റഷ്യയിലുള്ള ഇ വിസയെക്കുറിച്ചും അതുപോലെ തന്നെ ഇ വിസയിൽ വന്നിട്ട് ടൂറിസ്റ്റ് വിസ, അതായത് ഇ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ ബയോമെട്രിക് വിസയാണ്. അതിപ്പോൾ അതിൽ നിന്ന് ടൂറിസ്റ്റ് വിസ വേറൊരു സംഭവമാണ്. അതായത് 28 ദിവസത്തേക്കുള്ള ടൂറിസ്റ്റ് വിസകളുണ്ട്. അതുപോലെ തന്നെ ഈ വിസയിൽ വന്നിട്ട് ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ അനുസരിച്ച് ഈ വിസയിൽ വന്നിട്ട് നമുക്ക് ജോബ് വിസയിലേക്ക്, അതായത് 1 ഇയർ വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മെസ്സേജും കാര്യങ്ങളും എനിക്ക് അയക്കുന്നുണ്ട്. അതായത് തന്നെ ഈ വിസ എടുത്തിട്ട് ബ്രോ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വിസയിൽ വന്നിട്ട് നമുക്ക് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തായാലും കൺവിൻസ് ആവും. കാരണം ഇത് ഓരോരാൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് കൺവിൻസ് ആവും എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ആക്ച്വലി ഈ വിസയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. കാരണം ഞാനിപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോയിലും ഒക്കെ ഈ വിസയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ടൂറിസ്റ്റുകൾ, ക്യാഷ് ഉള്ള ആളുകൾക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ട് ഉള്ള ഒരു വിസയാണ് ഈ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് റഷ്യ അടിച്ചു പൊളിച്ച്, ചുരുക്കി പറയുകയാണെങ്കിൽ റഷ്യ അടിച്ചു പൊളിച്ച് കറങ്ങി പോകാൻ പറ്റിയിട്ടുള്ള ഒരു വിസയാണ് ഇലക്ട്രോ ബയോമെട്രിക് വിസ. ഈ വിസയിൽ വന്നിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ജോബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ ഒരുപാട് എൻ്റെ വീഡിയോസിലും പല കാര്യങ്ങളിലും ഞാൻ പല ആൾക്കാർക്കും എനിക്ക് പേഴ്സണലി മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ച ആളുകളെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കയ്യിൽ പൈസയുള്ള ആളുകൾ മാത്രം നിങ്ങൾ ഈ വിസയിൽ വരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ റഷ്യൻ ഗവൺമെന്റ് ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ടൂറിസ്റ്റ് അതായത് റഷ്യയിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ടൂറിസ്റ്റുകൾ നല്ല രീതിയിൽ റഷ്യയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ എസ്പെഷ്യലി ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകൾക്ക് മാത്രമേ വരാൻ പറ്റാത്തതായിട്ടുള്ളൂ. അതുപോലെ തന്നെ പല രാജ്യങ്ങൾ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ. പിന്നെ അതുപോലെ തന്നെ ശ്രീലങ്ക, അതുപോലെ തന്നെ ഇന്ത്യ, നേപ്പാൾ, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ റഷ്യയിലേക്ക് നല്ല രീതിയിൽ ഇപ്പം ഏഷ്യൻ കൺട്രീസിൽ നിന്നൊക്കെയാണ് കൂടുതലും ആൾക്കാർ കയറി വരുന്നത്. കാരണം നേരത്തെയൊക്കെ ഞാനൊക്കെ പോകുന്ന കാലത്ത് 2014 കാലഘട്ടത്തിലൊക്കെ അവിടെയൊക്കെ യൂറോപ്യൻസിനെ കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു, അത്ര യൂറോപ്യൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, സ്ഥിതിഗതികളൊക്കെ മാറി. ഇപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോൾ ഏഷ്യൻസ് ആണ് കൂടുതലും റഷ്യയിലേക്ക് കയറി വരുന്നത്. കാരണം അവർക്ക് എന്റർടൈൻമെന്റും എൻജോയ്മെന്റും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു രാജ്യമാണ്, ചീപ്പായിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് റഷ്യ എന്നുള്ളത്. കാരണം ചീപ്പായിട്ട് വരാൻ പറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിസേന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. വളരെ ചീപ്പ് റേറ്റിൽ തന്നെ അവർക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. പക്ഷേ എന്നിരുന്നാലും അവർക്ക് നല്ലൊരു എക്സ്പെൻസ് ഉണ്ടാവും. കാരണം അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻ, ഫുഡ് അതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് 2025 മുതൽ പുതിയൊരു നിയമം പ്രാബല്യത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഫ്രീ വിസ ആയിട്ട് റഷ്യയിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതിന്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, നിങ്ങൾക്ക് അതായത് ഈ വിസയിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് റഷ്യയിലെ ജോബിലേക്ക് പല ജോബുകളും പറഞ്ഞിട്ട്, അതായത് ഓസോണ്, അതുപോലെ തന്നെ ഫാക്ടറി ജോബുകൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഫാബ്രിക്സ്, അതുപോലെ തന്നെ ഡെലിവറി ജോബുകൾ, ഇങ്ങനത്തെ ജോബുകളിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാമെന്ന് പല ആളുകളും, ഞാൻ എടുത്തു പറയുന്നില്ല, പല ആളുകളും പലരെയും പറഞ്ഞ് കൺവിൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാർ കുറച്ച് കാര്യങ്ങളൊക്കെ കൺവിൻസ് ആയിട്ടുള്ള, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളാണെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് പലയിടത്തും കിട്ടിയെന്ന് വരില്ല. അപ്പം സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ പ്രോപ്പറായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ എന്തായാലും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുന്ന മലയാളികളാണെങ്കിൽ എടുത്ത് ചാടി പൈസ കൊടുക്കുന്നതിന് മുമ്പിലായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ കയറി തപ്പും. അപ്പോൾ അതിനുശേഷം അവർക്ക് അവർ ഒരുപാട് കാര്യങ്ങൾക്ക് നോളജ് അവർക്ക് കിട്ടും. കാരണം ഞാനൊക്കെ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം റഷ്യയിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചും കഴിഞ്ഞ 5-8 വർഷമായിട്ട് റഷ്യയിലുള്ള ഒരാളെന്ന രീതിയിലും, അതുപോലെ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ എന്തോ വലിയ സംഭവമൊന്നുമല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നിങ്ങളെ പോലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്തോ വലിയൊരു സൗണ്ട് അവിടെ ഉണ്ടായിരുന്നു, അതാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് നോളജ് ആളുകൾ വന്ന് പെട്ടുപോകണ്ട എന്നുള്ള രീതിയിൽ എനിക്കറിയാവുന്ന നോളജ് മാത്രമാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, നീ എന്തോ വലിയ സംഭവമാണ്, നിനക്കെല്ലാം അറിയാവുന്നുള്ളൊരു വിചാരമുണ്ട്. എനിക്കൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നുമല്ല, ഞാൻ വട്ടപൂജയാണ്, 0 ആണ്. പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോസിലൂടെ ഞാൻ ഓപ്പണായിട്ട് പറയാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് പേർക്കും ഞാൻ ഇങ്ങനെ ഇൻഫർമേഷൻസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കാരണം പലർക്കും പല രീതിയിലുള്ള എന്നോടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ആരും വന്ന് പെടരുത്, കാര്യങ്ങൾ മനസ്സിലാക്കുക, സത്യാവസ്ഥ മനസ്സിലാക്കുക, ജെന്യൂനിറ്റി മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ കയറി വന്നോ.
നിങ്ങൾ എത്ര പൈസ കൊടുക്കുന്നു എന്നല്ല, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡിസിഷൻ എടുത്താൽ മതി. കാരണം നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു സംഭവമല്ല റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ വിചാരിച്ച വലിയൊരു എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരുപാട് ആളുകൾക്ക് പല രീതിയിലും നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും. അതിലൊന്നും ഒരു സത്യാവസ്ഥ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അത്ര വലിയ എമൗണ്ട് ഒന്നും ഏൺ ചെയ്യാൻ പറ്റില്ല. ഏൺ ചെയ്യാൻ പറ്റും, പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ കഷ്ടപ്പാടും കാര്യങ്ങളും എന്തായാലും 100% നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് മാത്രം റഷ്യയിലേക്ക് കയറി വരാം. അത്രയും കഷ്ടപ്പാടുണ്ടാവും. ഓപ്പണായിട്ട് പറയാം, എല്ല് പൊടിയാവുന്ന ജോലി ഉണ്ടാവും. കാരണം ഞാൻ എത്രയും പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഉണ്ടാവും, അത് വേറെ കാര്യം. പിന്നെ നിങ്ങൾ വെറുതെ ആൾക്കാർ അടിപൊളിയാണ് സംഭവം, എൻ്റർടൈൻമെൻ്റ് ആണ്, എൻജോയ്മെൻ്റ് ആണ്, അടിച്ചു പൊളിക്കാം, നല്ല അടിപൊളി ലൈഫാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്, ലൈഫൊക്കെ അടിപൊളിയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള കഷ്ടപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ദുബായിലേക്ക് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്നും വലിയ സംഭവമൊന്നും ആയിരിക്കില്ല. കാരണം അവർക്ക് ലൈഫ് എന്താണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും ദുബായിലേക്ക്. അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. പക്ഷെ അങ്ങനെയുള്ള ആളുകളടുത്ത് എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവർക്കൊക്കെ ഓൾറെഡി അറിയാം ലൈഫ്. അപ്പം നിങ്ങളോട് വാഗ്ദാനങ്ങൾ ഒരുപാട് തരുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ അതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ആരാണോ വിസ ചെയ്തിരുന്ന, ആരാണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൺസൾട്ട് ചെയ്യുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വിസയിൽ വന്നിട്ടൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ജോബ് വിസയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ജോബ് വിസക്ക് അതിൻ്റേതായിട്ടുള്ള കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ മാത്രമേ നിങ്ങൾക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാ വിസയെക്കുറിച്ച് നിങ്ങൾ അറിയാം. അതിനെക്കുറിച്ചുള്ള വിസിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും കൺവിൻസ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, നിങ്ങൾ ആരും പറ്റിക്കപ്പെടരുത്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രോപ്പർ വിസയിൽ കയറി വരിക, വാഗ്ദാനങ്ങളിൽ പോയി വീഴാതിരിക്കുക. ഇതാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എനിക്ക്. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഇന്ന് ഫ്രീ ആയൊരു സമയമായതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ഓക്കെ, ഗുഡ് ബൈ.